കണ്ണൂർ കരിക്കോട്ടക്കരി ടൗണിന് സമീപം കാട്ടാന ഇറങ്ങി. കാട്ടാന എടപ്പുഴ റോഡിൽ വെന്തച്ചാപ്പയിലെ ജോഷിയുടെ വീടിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കീഴ്പള്ളിയിൽ നിന്ന് ഇന്നലെ രാത്രി തുരത്തിയ ആനയെന്നാണ് സംശയം. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഒരിടത്ത് നിന്ന് ആനയെ തുരത്തുന്നു, അത് മറ്റൊരു ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിപ്പോൾ ഈ കരിക്കോട്ടക്കരി ടൗണിന് സമീപം എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ജനവാസ മേഖലയാണിത്? അവിടെയുള്ള ആളുകൾക്കെല്ലാം മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റ് ഇടപെടലുകൾ എന്തൊക്കെയാണ്? വീണ, ഇന്ന് രാവിലെയാണ് കണ്ണൂർ കരിക്കോട്ടക്കരി ടൗണിന് സമീപം കാട്ടാനയെ കണ്ടത്. എടപ്പുഴ റോഡിലെ വെന്തച്ചാപ്പിയിൽ ജോഷിയുടെ വീടിന് സമീപമാണ് ഈ കാട്ടാന എത്തിയത്. ഇപ്പോഴും ആ ജനവാസ മേഖലയിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ആന ഫോറസ്റ്റ് വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതൊരു മോളെ ആനയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുട്ടി ആനയാണ്. ആനയ്ക്ക് വായിൽ പരിക്കേറ്റിട്ടുണ്ടെന്നൊരു സംശയം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തിയതെന്നും ആളുകൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി കീഴ്പള്ളി വട്ടപ്പറമ്പിൽ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ആന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഏറെ നേരം തമ്പടിച്ച ആനയെ RRT സംഘവും നാട്ടുകാരും ചേർന്നാണ് തുരത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഈ ആന അവിടെ നിന്ന് പോയ കാട്ടാനയെ കരിക്കോട്ടക്കരി മേഖലയിൽ കാണുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ ആനയെ തുരത്തുന്നതിനിടയിലാണ് ഈ കുട്ടിയാന ഫോറസ്റ്റ് വാഹനത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫോറസ്റ്റ് വാഹനത്തിന്റെ ഒരു ഭാഗത്ത് ഈ കാട്ടാന വന്ന് ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോഴും ആ ജനവാസ മേഖലയിൽ തുടരുകയാണ്. കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ RRTയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി മിഥുൻ.